അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഒരു സംശയവുമില്ല അള്ളാഹു അറിയുന്നു. അഹങ്കാരികളെ അവൻ സ്നേഹിക്കുകയില്ല തന്നെ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും ഒരുമിപ്പിക്കുകയാണ്. ഒന്നിൻ്റെ സാന്നിധ്യം മറ്റതിൻ്റെ കൂടി സാന്നിധ്യത്തെ കുറിക്കുന്നു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പരലോകത്തിലും അതനുസരിച്ചുള്ള പ്രതിഫല ദിവസത്തിലും ഉള്ള വിശ്വാസവുമായി ബന്ധമുള്ളതുകൊണ്ട് പരലോകത്തോടു കൂടി മാത്രമാണ് അള്ളാഹുവിൻ്റെ യുക്തി പൂർണ്ണമാകുന്നത്. പ്രതിഫലത്തിന് അഥവാ നന്മക്ക് പ്രതിഫലം, തിന്മക്ക് ശിക്ഷ, അത് ഈ പരലോകത്തിലാണ് തെളിഞ്ഞു കാണുക. അതോടൊപ്പം തന്നെ ഇത്രയും വിശദമായി തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ചിട്ടും സത്യനിഷേധികൾ ഈ സത്യം അംഗീകരിക്കാത്തതും അവൻ്റെ പരലോകത്തിൻ്റെ താല്പര്യത്തിൽ വിശ്വസിക്കാത്തതുമായ ആളുകൾ അവർ ചെയ്യുന്നത്, അതിലൊളിഞ്ഞു കിടക്കുന്നത് അവരുടെ പ്രകൃതങ്ങളിലാണ്. അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളെ അംഗീകരിക്കാനാകാത്ത വിധം മോശമായിരിക്കുന്നു. ന്യായങ്ങൾ അംഗീകരിച്ച് അള്ളാഹുവിനും റസൂലിനും വിധേയരായി ജീവിക്കാനാകാത്ത വിധം അവർ അഹങ്കാരികളുമാണ്. കാരണം മൗലികമാണെന്നും രോഗം അവരിൽ തന്നെയാണ് എന്ന് വ്യക്തം. അള്ളാഹു ആരെയും കരുതിക്കൂട്ടി വഴിപഴപ്പിക്കുകയില്ല. അവരെ സൃഷ്ടിച്ച അള്ളാഹുവിന് എല്ലാ കാര്യവും അറിയാം. അവരുടെ രഹസ്യവും പരസ്യവുമെല്ലാം അള്ളാഹു അറിയുന്നു. ആ അറിവ് കാരണം പിന്നെ അവരെ സ്നേഹിക്കാൻ അള്ളാഹുവിന് ആവുകയില്ല. അഹങ്കാരികളെ അള്ളാഹു സ്നേഹിക്കുകയില്ല തന്നെ. അഹങ്കാരമുള്ള ഹൃദയങ്ങൾ സത്യത്തെ അംഗീകരിക്കുമെന്നോ ന്യായത്തിന് വഴിപ്പെടുപ്പെന്നോ നമുക്ക് പ്രതീക്ഷിക്കാൻ ആവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ വെറുപ്പിന് അവർ പാത്രമായി തീരുന്നതും. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.